കേരള നിയമസഭയെ മുൻനിർത്തി ഭരണ പ്രതിപക്ഷ നേതാക്കൾ തമ്മിൽ വായിട്ടടിക്കലും കൂട്ടത്തല്ലുമാണ്. കേന്ദ്ര സർക്കാരിന്റെ വിവാദമായ PM ശ്രീ സ്കൂൾ പദ്ധതിയെ ചൊല്ലി മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും സഭയിൽ നേർക്കുനേർ കൊമ്പ് കോർത്തതോടെ ബജറ്റ് ചർച്ച പൂർണ്ണമായും യുദ്ധക്കളമായി മാറി. RSSന്റെ വർഗീയ അജണ്ട എന്ന് വിളിച്ച് മുൻപ് LDF സർക്കാർ തള്ളിപ്പറഞ്ഞ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ കേന്ദ്രത്തിൽ നിന്ന് 1500 കോടി രൂപ ഒപ്പിച്ചു മാറ്റാൻ വേണ്ടി പിണറായി വിജയൻ ഇരുട്ടിന്റെ മറവിൽ ഒപ്പുവെച്ചുവെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ വെളിപ്പെടുത്തൽ കേരള രാഷ്ട്രീയത്തെ അക്ഷരാർത്ഥത്തിൽ പിടിച്ചുലച്ചിരിക്കുകയാണ്. പ്രത്യയശാസ്ത്രപരമായ വലിയ വീരവാദങ്ങൾ പറയുന്ന പ്രതിപക്ഷ നേതാവ് പണത്തിനു വേണ്ടി RSS എന്ന വിഷസർപ്പത്തിന് മുൻപിൽ ലജ്ജാകരമായി കീഴടങ്ങിയെന്നും പദ്ധതി മരവിപ്പിച്ചു എന്ന് പറയുന്നതിൽ യാതൊരു നിയമസാധുതയുമില്ലെന്നും മുഖ്യമന്ത്രി സഭയിൽ തുറന്നടിച്ചു. തങ്ങൾ പദ്ധതി നടപ്പാക്കില്ലെന്ന് കാണിച്ച് കേന്ദ്രത്തിന് ഒരു കത്ത് പോലും കൊടുക്കാൻ ധൈര്യമില്ലാത്തവരാണ് ഇപ്പോൾ ഇവിടെ വന്ന് വിപ്ലവം പ്രസംഗിക്കുന്നതെന്നും VD സതീശൻ പരിഹസിക്കുന്നുണ്ട്. എന്നാൽ ഈ കടുത്ത ആക്രമണത്തിന് മുൻപിൽ പതറാതെ തങ്ങൾ ഒപ്പിട്ടത് അടവ് നയത്തിന്റെ ഭാഗമായിട്ടായിരുന്നുവെന്ന് ന്യായീകരിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ രംഗത്തെത്തി. സർവശിക്ഷ അഭിയാന്റെ 1500 കോടിയിലധികം രൂപ കേന്ദ്രം തടഞ്ഞു വെച്ചപ്പോൾ കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായെന്നും ആ പ്രയാസം ഒഴിവാക്കാൻ പണം വാങ്ങാനാണ് ഒപ്പിട്ടതെന്നുമാണ് പിണറായി വിജയന്റെ മറുപടി. എന്നാൽ ആ ശ്രമം ശരിയല്ലെന്ന് കണ്ട് 8 മാസമായി തങ്ങൾ പദ്ധതി മരവിപ്പിച്ചിരിക്കുകയാണെന്നും ഇപ്പോൾ അധികാരം കിട്ടിയ ഉടനെ UDF സർക്കാർ എന്തിനാണ് ഈ സംഘപരിവാർ അജണ്ട പൊടി തട്ടിയെടുക്കാൻ നോക്കുന്നതെന്നും പിണറായി തിരിച്ചു ചോദിച്ചു. അധികാരത്തിലെത്തിയാൽ പദ്ധതി അറബിക്കടലിൽ എറിയുമെന്ന് വീരവാദം മുഴക്കിയവർ 1 മാസത്തിനകം അതിന്റെ വക്താക്കളായി മാറിയെന്നും UDF സർക്കാർ രഹസ്യമായി പദ്ധതി നടപ്പാക്കാൻ കരുക്കൾ നീക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവും ആരോപിച്ചു. വിഷയം കൂടുതൽ വഷളാക്കിക്കൊണ്ട് LDF നിരയിലെ P പ്രസാദ് കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസോടെ സഭയിൽ ബഹളം അതിന്റെ പാരമ്യത്തിലെത്തി. പുതിയ വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ RSSന്റെ വിഷസർപ്പങ്ങൾക്ക് വിലക്കുവെക്കുകയാണെന്നും PM ശ്രീയുടെ അംബാസിഡറായി മാറുകയാണെന്നും പ്രസാദ് കുറ്റപ്പെടുത്തി. എന്നാൽ മുൻ പിണറായി സർക്കാർ ഒപ്പിട്ട ധാരണാപത്രത്തിൽ നിന്ന് കേന്ദ്രത്തിന് മാത്രമേ ഇനി പിന്മാറാൻ കഴിയൂ എന്ന യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞ് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ പ്രതിപക്ഷത്തിന്റെ വായടപ്പിച്ചു. കരാർ റദ്ദാക്കണമെന്നല്ല, മറിച്ച് നീട്ടിവെക്കണമെന്നാണ് മുൻ LDF സർക്കാർ കേന്ദ്രത്തിന് കത്തെഴുതിയതെന്നും ഹയർ സെക്കൻഡറിയിലെ 12 വിഷയങ്ങൾ NCERT സിലബസിലേക്ക് മാറ്റിയതിലൂടെ കേന്ദ്ര വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കി കഴിഞ്ഞത് പിണറായിയുടെ കാലത്താണെന്നും മന്ത്രി ഷംസുദ്ദീൻ വെളിപ്പെടുത്തി. ഇതിന്റെ പേരിൽ 1158 കോടിയുടെ ഫണ്ടാണ് കേന്ദ്രം നിലവിൽ തടഞ്ഞു വെച്ചിട്ടുള്ളത്. സംസ്ഥാന താൽപര്യം സംരക്ഷിച്ചും കരിക്കുലം ഫ്രീഡം നിലനിർത്തിയും മാത്രമേ തങ്ങൾ തീരുമാനമെടുക്കൂ എന്ന് മന്ത്രി വ്യക്തമാക്കിയതോടെ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം കൂട്ടത്തോടെ സഭ ബഹിഷ്കരിച്ച് ഇറങ്ങി പോവുകയാണുണ്ടായത്. വരും ദിവസങ്ങളിൽ ഈ കോടികളുടെ ഫണ്ടിടപാടും പ്രത്യയശാസ്ത്ര വഞ്ചനയും കേരളത്തിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിമരുന്നിടുമെന്ന് ഉറപ്പാണ്.